അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ് അഖ്ലാഖ് പാഠം 4 അദ്ദർസുർ റാബിഹ്. ആദ്യം ചിന്ത, പിന്നെ സംസാരം. ഇതാണ് പാഠഭാഗത്തിൻ്റെ പേര്. ആദ്യം നമുക്ക് പാഠഭാഗം നോക്കാം. കൂട്ടിലടച്ചിരിക്കുന്ന ഒരു സിംഹത്തെ മനസ്സിൽ സങ്കല്പിക്കൂ. മൃഗശാലയിൽ പോകുമ്പോൾ കൂട്ടുകാർ അതിനെ കണ്ടിരിക്കും. അത്യധികം അപകടകാരിയായതിനാലാണ് അതിനെ ഇത്രയും ശക്തമായി കൂട്ടിലടച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നാവിനെയും ഒരു കൂട്ടിലടച്ചിരിക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ്. നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. അതിനാൽ നാം സൂക്ഷിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ലി മാ ബൈന ലഹൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ആരെങ്കിലും തൻ്റെ താടിയെല്ലിൻ്റെയും അതുപോലെ 2 കാലിൻ്റെയും ഇടയിലുള്ള ഭാഗത്തെ അഥവാ ഗുഹ്യ ഭാഗത്തെയും നാവിനെയും എനിക്ക് സംരക്ഷണം നൽകാമെന്ന് ഉത്തരവാദിത്വം നൽകിയാണെങ്കിൽ അവന് ഞാൻ സ്വർഗം നൽകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ മുതലായവയൊക്കെ നാവിൻ്റെ ദോഷങ്ങളാണ്. രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നബി തങ്ങൾ കണ്ടത്. അതിന് പറഞ്ഞ ഒരു കാരണം അവർ ശാപം അധികരിപ്പിക്കുന്നവരാണ് എന്നായിരുന്നു. മറ്റുള്ളവരെ കളിയാക്കലും ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയലും തെറ്റു തന്നെ. കേട്ടതെല്ലാം പറയുന്നത് ശരിയല്ല. അതിൽ കളവ് വന്നു ചേരാനിടയുണ്ട്. ഒന്ന് ചിന്തിക്കുക, അതിനുശേഷം മാത്രം പറയുക. ആദ്യം ചിന്ത, പിന്നെ സംസാരം. ഇനി നമുക്ക് പാഠഭാഗത്തിലെ തിദിരിബാത്ത് നോക്കാം. തിദിരിബാത്തിലെ 1ാം ഭാഗം ഉത്തരം കണ്ടെത്താം. ചോദ്യം 1. കേട്ടതെല്ലാം പറയരുത്, എന്തുകൊണ്ട്? ഉത്തരം, അതിൽ കളവ് വന്നു ചേരാനിടയുണ്ട്. ചോദ്യം 2. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ്? ഉത്തരം, നാവ്. ഇനി തദ്രീബാത്തിലെ 2ാം ഭാഗം എന്തുകൊണ്ട്? 1. നരകത്തിൽ കൂടുതൽ സ്ത്രീകളായത്. ഉത്തരം, സ്ത്രീകൾ ശാപം അധികരിപ്പിക്കുന്നവർ ആയതുകൊണ്ടാണ്. തദ്രീബാത്തിലെ 3ാം ഭാഗം കണ്ടെത്തി എഴുതാം. നാവിൻ്റെ ദോഷങ്ങൾ. 1. പരദൂഷണം, പരിഹസിക്കൽ, ശപിക്കൽ, ഏഷണി, കളവ് പറയൽ, ചീത്ത പറയൽ. തദ്രീബാത്തിലെ 5ാം ഭാഗം ചോദിച്ചു പഠിക്കാം. ഹദീസിൻ്റെ സാരം. മൻ ലി മാ ബൈന ലഹൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. 2 കാലുകൾക്കിടയിലും 2 താടിയെല്ലുകൾക്കിടയിലുമുള്ള വസ്തുക്കളെ തൊട്ട് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ ഞാൻ അവനോട് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.